അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്യാൻവ പ്ലാറ്റ്ഫോം ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടല്ലേ. ഈ ഒരു വീഡിയോ ലെസണിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ ലെസണിൽ പറഞ്ഞിരുന്നത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റും ഫേസ്ബുക്ക് പോസ്റ്റുമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മൗസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഇതുപോലെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബ് കൊടുക്കുക. ഇപ്പൊ രണ്ടും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്, ലോഡിങ്ങിലാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ബ്ലാങ്ക് ആയിട്ട് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ പ്രീ ടെംപ്ലേറ്റുകൾ ഒരുപാടുണ്ട്. ക്യാൻവ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈനുകൾ തരുന്നുണ്ട്. അതിന് നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, യെസ്, നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ ഇതുപോലെയാണ് നമുക്ക് ഡാഷ്ബോർഡ് വരിക. ഐ മീൻ, നമുക്കിവിടെ ഒരുപാട് ടെംപ്ലേറ്റുകൾ ക്യാൻവ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസൈൻഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ അല്ലെ, ഒരുപാട് നല്ല ഭംഗിയുള്ള ഒരുപാട് ടെംപ്ലേറ്റുകളാണ്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷെ നിങ്ങൾ ആദ്യം ഇതിൽ നിന്ന് എടുക്കണം എന്ന് നിർബന്ധമില്ല. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ബ്ലാങ്കിൽ പോവാം. ഓക്കെ, ക്രിയേറ്റ് ബ്ലാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നമുക്ക് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, യെസ്, ഇപ്പൊ നിങ്ങൾ നോക്കുക, അത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ സൈസ് ആണിത്. ഈ ഒരു പോസ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്റ്റാഗ്രാം നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളും കൂടെ ലോഡ് ആവാനുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ടെംപ്ലേറ്റ് ഓപ്ഷൻ, മറ്റു ക്യാൻവയുടെ മറ്റു ടൂൾസും എല്ലാ കാര്യങ്ങളും ഈ ഒരു സൈറ്റിലാണ് നമുക്ക് വരാനുള്ളത്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. യെസ്, നിങ്ങൾ കണ്ടില്ലേ, ഡിസൈൻ, എലമെന്റ്സ്, ടെക്സ്റ്റ്, ബ്രാൻഡ്, അപ്ലോഡ്സ്, ടൂൾസ്, പ്രൊജക്ട്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മ്യൂസിക് ആഡ് ചെയ്യുന്ന മ്യൂസിക്, വീഡിയോസ്, പിന്നെ മാജിക് മീഡിയ, ഇതൊരു AI സപ്പോർട്ടാണ്. പിന്നെ അതർ ആപ്സ്, ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എടുക്കാം. ഇപ്പം ഞാൻ ബ്ലാങ്ക് ടെംപ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അല്ലെ. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നമുക്ക് നോർമലി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതുപോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് സൈസ് കൂട്ടണമെങ്കിൽ ഇതുപോലെ സൈസ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ടെക്സ്റ്റ്, ഇവിടെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് അരിമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ടാണ്. ഇത് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ലോഡ് ചെയ്ത് വരിക. നമുക്ക് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റിന്റെ കളർ മാറ്റാം, ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ കൊടുക്കാം. പിന്നെ അപ്പർ കേസ് ലോവർ കേസിലേക്ക് മാറ്റാം. ഇത് അലൈൻമെന്റ് ചെയ്യുന്നതാണ്. നമ്മൾ ടെക്സ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണോ അതോ സെന്ററിൽ വെക്കണോ എന്നുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ നമുക്ക് ഡോട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ എടുക്കാം. നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ആണ്. അതായത് നമ്മുടെ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ടെക്സ്റ്റുകളെ നമുക്ക് ഗ്യാപ്പ് കൊടുക്കാനും സ്പേസ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, അതുപോലെ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഡിസൈനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ട്രാൻസ്പെറന്റ്, ഇതിന്റെ കളർ മങ്ങിയതും ഒക്കെ ആക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ എഫക്റ്റുകളാണ്, ഇതുപോലെ നിറയെ എഫക്റ്റുകൾ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം റൗണ്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റൗണ്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കത് ഒഴിവാക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്, നേരെ ആക്കുക. അതിനുശേഷം ആനിമേറ്റ്. ഇപ്പം നിങ്ങൾക്ക് ഇത് വേണമെന്ന് ജസ്റ്റ് ആനിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടൈപ്പ് ചെയ്യുന്ന പോലെ ആക്കാൻ ഈസിയാണ്. വലിയൊരു ടെക്നിക്കൽ നോളജോ വീഡിയോ എഡിറ്റർ ഒന്നും ആവേണ്ട ആവശ്യമില്ല. എല്ലാ ഓപ്ഷനും ഇതിലുണ്ട്. സിംപ്ലി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇത് പൊസിഷൻ കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ കറക്റ്റ് പ്ലേസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ടെക്സ്റ്റ് ആണ് ഞാൻ കാണിച്ചത്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ് എല്ലാം വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് എങ്ങോട്ട് വേണമെങ്കിൽ മൂവ് ചെയ്യാം. ഇതാണ് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത് നിങ്ങൾക്ക് റൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് അത് പഴയ പോലെ ആയിക്കോളും. ഓക്കെ, ഈ ആരോ മാർക്കിന് നിങ്ങൾക്ക് കൺട്രോൾ സെഡ് എന്ന് പറയും. ഇങ്ങോട്ട് മൂവ് ചെയ്യാനാണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് സെഡ് എൻ്റർ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യണമെങ്കിലും എല്ലാ ഓപ്ഷനും ഉണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് മാനുവലി ഡിസൈൻ ചെയ്യാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ പുതിയൊരു പേജ് ഓപ്പൺ ആക്കാനാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി ഈ ഒരു പേജ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ആഡ് ന്യൂ പേജ് കൊടുക്കാം. ഇതിൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ ചെയ്യാം. എല്ലാ ഓപ്ഷനും ഇതിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിന്റെ ഡ്യൂറേഷൻ, ടൈമിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിന് പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേര് കൊടുക്കാം. ഡെമോ 1. ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് അതിന്റെ ഓപ്ഷൻസും കാര്യങ്ങളും. ഡൗൺലോഡിൽ പോയി കഴിഞ്ഞാൽ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. PNG അതുപോലെ JPG ഒക്കെ നമുക്ക് ഇമേജ് ആണ്. പിന്നെ PDF 2 ടൈപ്പ് ഉണ്ട്. പിന്നെ PDF
കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് MP4 ആണ്. പിന്നെ നമുക്ക് പ്രിന്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് PPT, നമുക്ക് പ്രസന്റേഷൻ ഒക്കെ. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഡിസൈനിങ്ങിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനുവലി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. സ്ക്വയർ വേണോ, ഫ്രെയിമുകൾ വേണോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഷേപ്പ്, ഗ്രാഫിക്സ്, 3D, അനിമേഷൻ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിവിടെ ശരിക്കും കളർ ഉണ്ട്, ഞാൻ വൈറ്റിലാണുള്ളത്. ഓക്കെ, ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് എടുക്കാം. ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. കീബോർഡിലെ ഡിലീറ്റ് പ്രസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ടെക്സ്റ്റുകളാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും ഇവിടെ ടൈപ്സ് ഓഫ് ടെക്സ്റ്റുകളുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം. ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്രൗൺ ഉള്ളത് എന്താണ്, പ്രീമിയാണ്. നിങ്ങൾ ക്യാഷ് കൊടുത്ത് മേടിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഇതുപോലുള്ള ടൂളുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് വിടുക. ഓക്കെ, മാക്സിമം ഇതിലുള്ള ഫ്രീ ടൂളുകൾ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് നെക്സ്റ്റ് ബ്രാൻഡ്, പിന്നെ അപ്ലോഡ്സ്. നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്ക് വീഡിയോസ്, ഓഡിയോസ്, ഡിസൈൻസ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ടൂൾസ്, നിങ്ങൾക്ക് ഇതുപോലെ ഡ്രോയിങ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടൂൾസ്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും പ്രൊജക്റ്റുകൾ വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണും. പിന്നെ മാജിക് മീഡിയ, ഇത് AI സപ്പോർട്ടാണ്. നമ്മളോട് ടെക്സ്റ്റ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് AI നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, അത് ഇമേജ് വേണോ, ഗ്രാഫിക്സ് വേണോ, വീഡിയോ വേണോ, 3D വേണോ, എന്ത് വേണം ഡിസൈൻ ചെയ്ത് തരും. അതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ്. പിന്നെ ഫോട്ടോസ്. ഓക്കെ, അപ്പൊ ഈ ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഇതുപോലുള്ള ഫോട്ടോസ്, മറ്റു കാര്യങ്ങളൊക്കെ നിറയെ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഡിസൈൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മ്യൂസിക്, നിങ്ങൾക്ക് ഇതിൽ മ്യൂസിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ ജനറേറ്റ് AI വോയിസ്, നിങ്ങൾക്ക് വോയിസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിലുള്ള ഓപ്ഷനുകളുണ്ട്. ദെൻ വീഡിയോസ് ആണ്. വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ വീഡിയോസ് നിറയെ വീഡിയോസ് കിട്ടും. കണ്ടില്ലേ, നിറയെ വീഡിയോസ് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിപ്പോൾ നോക്കിയത് എന്തൊക്കെയാണ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ എന്തൊക്കെയാണോ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആ കാര്യങ്ങളാണ്. ഇതിന്റെ ബേസിക് ആയിട്ട് ഈ ഇൻസൈഡ് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ടൂൾസ് ഒക്കെ പഠിച്ചാലാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇപ്പോ നിങ്ങൾ പ്രീമിയം ആയിട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടോ, ഇത് പ്രീമിയം ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ വാട്ടർമാർക്ക് കണ്ടോ, ലൈനായിട്ട് റിമൂവ് വാട്ടർമാർക്ക്, അത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് കൊടുത്താൽ അപ്പൊ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഒരു പോസ്റ്റ് ഡിസൈൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാമെന്ന് നോക്കിയാലോ. അതിനാദ്യം പോകേണ്ട ഡിസൈനിലേക്ക് പോവാം. ഡിസൈനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഡിസൈനാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു കൊളാഷ് ആണ് അല്ലെ. ഇതിൽ നിങ്ങൾക്ക് കൊളാഷിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഇമേജ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, മാറ്റാം എന്നുള്ളതാണ്. ഇതൊക്കെ കസ്റ്റം ഡിസൈനുകളാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇത് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇതൊക്കെ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കുന്നതാണ്. കണ്ടില്ലേ, ഇതൊക്കെ ക്യാൻവ നമുക്ക് വേണ്ടിയിട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട രീതിയിലേക്ക് ഇതിനെടുക്കാം. ഇതിപ്പോൾ ടെക്സ്റ്റ് ആണ്, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ജസ്റ്റ് താഴേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് കീബോർഡിൽ താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ മൗസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുകയാണെങ്കിലും കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇമേജ് ഒക്കെ മാറ്റണം. ഇമേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇമേജ് ഉണ്ടെങ്കിൽ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് സിസ്റ്റത്തിലേക്ക് എടുക്കാം. അപ്പോൾ ഇപ്പൊ ഈ ഒരു കാറ് നോക്കുക, ഈ കാർ ഇങ്ങോട്ട് ഈസി ആയിട്ട് ഇതുപോലെ പ്ലേസ് ചെയ്യും. വീട് ഇതുപോലെ കൊടുക്കാം. ഇനി ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്, അപ്പൊ ഇത് ഇതുപോലെ കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന മനസ്സിലായില്ലേ. ഇപ്പോൾ ഈ കളർ കാണുന്നില്ല, അപ്പൊ എന്ത് ചെയ്യാം, എനിക്കൊന്ന് കളർ മാറ്റണം. സോ ഇത്രയേ ഉള്ളൂ, കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ഡിസൈനുകൾ ചെയ്തെടുക്കാം, ആരെ ഡിപ്പെൻഡ് ചെയ്യാം. ഇത് ഒരു മോഡലാണ്. ഇനി നമുക്കിവിടെ ആഡ് പേജ് കൊടുക്കാം, പുതിയൊരു മോഡൽ സെലക്ട് ചെയ്യാം, ഡിസൈനിലേക്ക് പോവാം. ഇനി നമുക്കൊരു ഫുഡുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കൊടുത്താലോ. യെസ്, അപ്പൊ ഫുഡ് എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫുഡ് വരും. ഫുഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള എടുക്കാം അല്ലെ. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിൽ ഇത് കുഴപ്പമില്ല. ഇതിലിപ്പോ നോക്കിയാൽ മനസ്സിലാവും, ഇതിലൊരു ഡിഷ് ഉണ്ട്, പിന്നെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഗ്രാൻഡ് ഓപ്പണിംഗ് ഉണ്ട്, സ്പെഷ്യൽ പ്രൊമോ ഓഫർ ഉണ്ട്, പ്രൊമോ വാലിഡ് ഡേറ്റ് എല്ലാം ഉണ്ട് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോഗോ പ്ലേസ് ചെയ്യാം. ലോഗോ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതുപോലെ ജസ്റ്റ് ലോഗോ ഒന്ന് പ്ലേസ് ചെയ്തു. ഓക്കെ,
എന്നിട്ട് ഇത് കറക്റ്റ് എവിടെയാണോ വെക്കേണ്ടത് കറക്റ്റ് ഇതുപോലെ വെക്കുക. അത് കുറച്ച് വലുപ്പം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഇതുപോലെ ചെറുതാക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ ഫിറ്റ് ആയിരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഓപ്പണിംഗ് ഉണ്ടല്ലേ. പിന്നെ ഈ ഇമേജ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ, ഈസി ആയിട്ട് പറ്റും. ദെൻ അടുത്ത സ്റ്റെപ്പ്, നിങ്ങൾക്ക് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പോവുക, ഒരു വൈറ്റ് കൊടുക്കണമെങ്കിൽ വൈറ്റ് കൊടുക്കാം. ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വൈറ്റ് ആണ് ആക്കേണ്ടത് വെച്ചാൽ വൈറ്റ് ആക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ഡിസൈൻ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് കളർ ബ്ലാക്ക് ആണ് വേണ്ടത് വെച്ചാൽ ബ്ലാക്ക് ആക്കുക, അല്ലെങ്കിൽ ഡിഫറെന്റ് കളറിലേക്ക് കൊടുക്കാം. നമുക്കിവിടെ ലോഗോ ഉണ്ട്, അതും ലോഗോ അതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പുതിയൊരു ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ നേരെ ആഡ് പേജ് കൊടുക്കാം അല്ലെ. ആഡ് പേജ് കൊടുത്തിട്ട് വേറൊരു ഡിസൈൻ എടുക്കാം, നോക്കിയാലോ. ഓക്കെ, ഇതെടുക്കാം. നല്ലൊരു സിമ്പിൾ ഡിസൈൻ ആണ്. ഇതുപോലെ കാണിച്ചിട്ടുള്ള എന്താ, ഹോളിഡേ ഡ്രിങ്ക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ആ ഹോളിഡേക്ക് വരെ നമ്മൾ വീക്കെൻഡ് നോക്കിയാലോ. വേണ്ട, വീക്കെൻഡ് വേണ്ട, ഡെയിലി ഡ്രിങ്ക്സ് നോക്കി. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് മാറ്റണോ, മൊബൈൽ നമ്പർ കൊടുക്കണോ, എന്ത് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ പറഞ്ഞു, ലോഗോ ആഡ് ചെയ്യാം. ഇപ്പൊ ഒരു ഡിസൈനിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് നിങ്ങളെ ഇതുപോലുള്ള ഇമേജ് നിങ്ങൾക്ക് എവിടെ മൂവ് ചെയ്ത് വെക്കാം. ഇമേജ് വേണം, ടെക്സ്റ്റ് വേണം, പിന്നെ നിങ്ങൾ അഡ്രസ്സ് കൊടുക്കാം, ലോഗോ കൊടുക്കാം, കോൺടാക്ട് നമ്പർ കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ നിങ്ങൾ ഓഫർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫർ കൊടുക്കാം. ഇനി നമുക്ക് ഓഫർ പോസ്റ്റ് നോക്കിയാലോ അല്ലെ. ഓഫർ പോസ്റ്റ് എങ്ങനെ എടുക്കുക, ജസ്റ്റ് ബാക്ക് ചെയ്യാം. ഫുഡിൽ തന്നെയുള്ള ഓഫർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫുഡ് ഓഫർ എന്നൊക്കെ കാണാം, ഒരുപാട് പോസ്റ്റേഴ്സ് ഉണ്ട്. ഈ ഒരു പോസ്റ്റിൽ യെസ്, ഇത് ഫ്രീ അല്ല, ഇത് മെനു ഒക്കെ അവിടെ കാണുന്നുണ്ട്. മെനു ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഇപ്പോൾ പിസ്സ ജസ്റ്റ് ഓഫർ. ഓക്കെ, ഇതിപ്പോ ഒരു ഓഫർ പോസ്റ്റ് ആണ്, ഇത് ഒരു ഓഫർ പോസ്റ്റ് ആണ്. ഇത് നമുക്ക് കാണാം അല്ലെ. ഇപ്പൊ ഓർഡർ നൗ ഉണ്ട്, എല്ലാ ഓപ്ഷൻസും ഓൾറെഡി ഇതിലുണ്ട്. നമുക്ക് വേണ്ട രീതിയിലേക്ക് ഇതിനൊന്ന് കൺവേർട്ട് ചെയ്താൽ മതി. അങ്ങനെ നോക്കുന്ന സമയത്ത് ബെസ്റ്റ് ബർഗർ, ഓക്കെ, ബെസ്റ്റ് ബർഗർ ഉണ്ട്, ഇൻ ടൗൺ ഉണ്ട്, എല്ലാം ഓക്കെയാണ്. നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും മാറ്റാനില്ലെങ്കിൽ ഈസി ആയിട്ട് തന്നെ എടുക്കാം. അതല്ല കളറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കളർ എന്ത് ചെയ്യാം, എനിക്കിതുപോലെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. യെസ്, ഓക്കെ. ഇനി ഈ കളർ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് പഴയ കളറിലേക്ക് തന്നെ കൊണ്ടുവരാം. ടെക്സ്റ്റ് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എന്ത് ചെയ്യാം, ഒന്ന് ചേഞ്ച് ആക്കണം, ഒന്ന് ഗ്യാപ്പ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ഗ്യാപ്പ് കൊടുക്കുക, സൈസ് കുറയ്ക്കാം. അതുപോലെ ഇതിന്റെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യെസ്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഡിസൈൻ ചെയ്യാൻ. ഞാനിതിൽ ഒരുപാടൊന്നും ചെയ്യുന്നൊന്നുമില്ല, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. കേട്ടോ, ഇങ്ങനെ വെക്കണോ, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കണോ, ഇങ്ങനെ വെക്കാം. അപ്പോൾ എവിടെ വെച്ചാലും നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, മൂവ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് മുകളിലേക്ക് വെക്കാം. അങ്ങനെ എന്ത് ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. ഇനി ഇത് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊന്ന് അനിമേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അനിമേറ്റ് പോവാം. നിങ്ങൾക്ക് ജസ്റ്റ് മൂവിങ് ആണോ എങ്ങനെയാണോ വേണ്ടത് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു അനിമേഷൻ ടൈപ്പ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കൊടുക്കാം. അതല്ല ഇതുപോലെ സൈഡിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ബ്ലർ ആണെങ്കിൽ ബ്ലർ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് അനിമേറ്റ് കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഇനി ഇതിൽ നല്ലൊരു മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഓഫർ പോസ്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു ഓഫറിനും കൂടെ നമുക്കൊരു ചെറിയൊരു ആനിമേഷൻ കൊടുക്കാം അല്ലെ. യെസ്, എങ്ങനെയുണ്ട്? സൂപ്പർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിന് വേണ്ട ഡിസൈൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ പഠിക്കുക, കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് സോഷ്യൽ മീഡിയക്ക് വേണ്ട പോസ്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചില്ലേ. ഇനി നമുക്ക് ലാസ്റ്റ് വൺ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിയാലോ. അത് നമുക്കൊരു ട്രാവൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് നോക്കാം. ട്രാവൽ, യെസ്. ഓക്കെ, നമുക്ക് നല്ലൊരു പോസ്റ്റ് ഐഡിയ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെർച്ച് ചെയ്തെടുക്കാം. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ അല്ലെ. നമുക്ക് സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാം. എക്സ്പ്ലോർ തായ്ലാൻഡ്, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലോഗോ കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ബുക്ക് നൗ കൊടുക്കുക,
നിങ്ങൾക്ക് ഫോട്ടോ മാറ്റണമെങ്കിൽ ഫോട്ടോ മാറ്റാം, അവിടെ ജസ്റ്റ് ഒരു ഡിസൈനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫോട്ടോ മാറ്റണമെങ്കിൽ ഫോട്ടോ മാറ്റാം, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, മനസ്സിലായല്ലോ. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, മുന്നിൽ ചെയ്ത പോലെ തന്നെ അതിന്റെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുക, കളർ ചേഞ്ച് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ സിമിലർ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ജസ്റ്റ് ഇമേജ് ഉണ്ട്. ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അല്ലെ, തൊട്ടിപ്പുറത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ സിമിലർ ആണ്, വ്യത്യാസമൊന്നുമില്ല. സൈസ് മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് കുറച്ച് നീണ്ടിട്ടായിരിക്കും അല്ലെ, ചെറിയൊരു ഹൊറിസോണ്ടൽ ടൈപ്പിലേക്ക് വരും. ഇവിടെ നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ടെംപ്ലേറ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള പോസ്റ്റ് ചെയ്യണേ ചെയ്യാം. ഇതിലും സെയിം, വ്യത്യാസമൊന്നുമില്ല, സൈസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പുതിയ പോസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഒരു പേജ് ആഡ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് ഡിസൈനുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. സോ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ട് ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് റീൽസ് എഡിറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.